തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര ദുരന്തത്തിൽ മരണസംഖ്യ 14, 4 പേരെ കണ്ടെത്താനായില്ല. തിരിച്ചറിയാനാകാതെ ഒരു മൃതദേഹം കൂടി. ശരീരാവശിഷ്ടങ്ങളുടെ DNA പരിശോധന തുടരുന്നു. പൂരം നടത്തിപ്പിൽ അന്തിമ തീരുമാനം ഇന്ന് രാവിലെ 10 മണിക്ക് ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം. വെടിക്കെട്ട് ഒഴിവാക്കി പൂരം നടത്തണമെന്ന് പൊതുനിലപാടെന്ന് തിരുവമ്പാടിയും പാറമേക്കാവും. നാളെ വരെ ദുഃഖാചരണം. തമിഴ്നാടും പശ്ചിമബംഗാളും ബൂത്തിൽ. തമിഴ്നാട്ടിലെ 234 നിയമസഭാ മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് ഒറ്റഘട്ടത്തിൽ. ബംഗാളിൽ 152 മണ്ഡലങ്ങളിൽ ആദ്യഘട്ടം. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷ. വേനൽ ചൂട് കനക്കുന്നു. പാലക്കാട് 41 ഡിഗ്രി കടന്നു. 40-ലെത്തി പുനലൂർ. ഡാമുകളിൽ ജലനിരപ്പ് താഴേക്ക്. അങ്ങിങ്ങ് ഒറ്റപ്പെട്ട വേനൽ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതികളുടെ മുൻകൂർ ജാമ്യ ഹർജിയിൽ വിധിക്കുന്ന ഡോക്ടർ റാമിന്റെയും സംഗീതയുടെയും ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന തലശ്ശേരി സെഷൻസ് കോടതി. നിതിൻ രാജിന്റെ അച്ഛന്റെ വാദവും കോടതിയിൽ. പശ്ചിമേഷ്യയിൽ സമാധാന ചർച്ചകൾ അനിശ്ചിതമായി നീളുന്നു. വെടിനിർത്തലിന് സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെന്ന് അമേരിക്ക. ഹോർമുസ് ഉപരോധം വൻ വിജയമെന്നും വൈറ്റ് ഹൗസ്. വെടിനിർത്തൽ നീട്ടിയത് തങ്ങളുടെ വിജയമെന്ന് ഇറാൻ. ഹോർമുസിൽ 2 കപ്പലുകൾ പിടിച്ചെടുത്ത് IRGC. ലെബനനിലും സംഘർഷം.